നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി മധു കൊലക്കേസ് ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. മണ്ണാർക്കാട് പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും സംസ്ഥാന സർക്കാരും സമർപ്പിച്ച അപ്പീലുകളിലാണ് വിധി. 2 പ്രതികളെ വെറുതെ വിട്ടു. 12 പ്രതികളുടെ അപ്പീൽ തള്ളി. വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് 14 പേർക്ക്. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ വിരണ്ടു ഓടി വൻ നാശനഷ്ടം വരുത്തിയ ആനയ്ക്ക് എഴുന്നള്ളിപ്പുകൾക്ക് 15 ദിവസത്തെ വിലക്ക്. വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. ആന നാശനഷ്ടം വരുത്തിയ വസ്തുക്കൾക്ക് ആന ഉടമ നഷ്ടപരിഹാരം നൽകണം. തമിഴ്നാട് ആളിയാർ ഡാമിലെ കനാലിൽ കാട്ടാന ചെരിഞ്ഞു. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പനാണ് ചെരിഞ്ഞതെന്ന് സംശയം. ഉറപ്പുകൾ പാളം തെറ്റി. എങ്ങുമെത്താതെ നടക്കാവൂ പാലം. മേൽപ്പാലത്തിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതോടെ യാത്രാ ദുരിതവും വർദ്ധിക്കുന്നു. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലം പണി എങ്ങുമെത്തിയില്ല. വാർത്തകൾ വിശദമായി. അട്ടപ്പാടി മധു കൊലക്കേസ് ഒന്നാം പ്രതി ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. മണ്ണാർക്കാട് പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും സംസ്ഥാന സർക്കാരും സമർപ്പിച്ച അപ്പീലുകളിലാണ് വിധി. 2 പ്രതികളെ വെറുതെ വിട്ട നടപടിയും ശരിവച്ചു. 12 പ്രതികളുടെ അപ്പീൽ തള്ളി. 14 പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് 7 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 13 പേർ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ഫെബ്രുവരി 22-നാണ് പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവായ മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് കൊലപ്പെടുത്തിയത്. ജസ്റ്റിസുമാരായ രാജവിജയരാഘവൻ, കെ വിജയകുമാർ എന്നിവരുടെ ഡിവിഷണൽ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. മണ്ണാർക്കാട് പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധി തന്നെ പോരാ എന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. ഹൈക്കോടതിയിൽ നിന്ന് മധുവിനെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഒന്നാം പ്രതിയുടെ ശിക്ഷ തന്നെ റദ്ദാക്കി വെറുതെ വിട്ടിരിക്കുന്നത്. വിചാരണ കോടതി 2 പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ വിരണ്ടോടി വൻ നാശനഷ്ടം വരുത്തിയ ആനയ്ക്ക് എഴുന്നള്ളിപ്പുകൾക്ക് വിലക്കേർപ്പെടുത്തി വനംവകുപ്പ്. 15 ദിവസത്തെ വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. തൃശൂർ നഗരത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ആന ഉടമ നഷ്ടപരിഹാരം നൽകണം. നാശനഷ്ടങ്ങളുടെ കണക്ക് റവന്യൂ വകുപ്പ് നൽകും. കഴിഞ്ഞ ശനിയാഴ്ച തൃശൂർ ചെമ്പക്കാവ് പ്രദേശത്താണ് ആന വിരണ്ടോടി നാശം വരുത്തിയത്. ആന ഉടമ നാശനഷ്ടം നൽകണം. നാശങ്ങളുടെ കണക്കെടുക്കുന്ന റിപ്പോർട്ട് റവന്യൂ വകുപ്പ് നൽകും. 5 ഇരുചക്രവാഹനം, 2 കാറുകൾ, 5 വീടുകളുടെ മതിൽ, ഓട്ടോറിക്ഷ, ടൗൺ ഹാളിന്റെ മതിൽ എന്നിവയാണ് ആന നശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തമിഴ്നാട് ആളിയാർ ഡാമിലെ കനാലിൽ കാട്ടാന ചെരിഞ്ഞ നിലയിൽ. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പനാണ് ചെരിഞ്ഞതെന്ന് സംശയം. ശനിയാഴ്ച വൈകിട്ടോടെയാണ് നാട്ടുകാർ ആനയുടെ ജഡം കണ്ടത്. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് ചെരിഞ്ഞതെന്നാണ് സംശയം. എന്നാൽ വനവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ആളിയാർ ഡാമിലെ കനാലിലൂടെ ആനയുടെ ജഡം ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പനാണ് ചില്ലിക്കൊമ്പൻ. ഈറത്തണ്ട് പോലുള്ള കൊമ്പുകളുമായി കറങ്ങി നടക്കുന്ന ആനയ്ക്ക് നാട്ടുകാരാണ് ചില്ലിക്കൊമ്പൻ എന്ന് പേരിട്ടത്. ഇടയ്ക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ചില്ലിക്കൊമ്പൻ നാട്ടുകാർക്ക് കാര്യമായി പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കാറില്ല. അതിനാൽ തന്നെ നെല്ലിയാമ്പതിക്കാർക്കും പ്രിയങ്കനായിരുന്നു ചില്ലിക്കൊമ്പൻ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉറപ്പുകൾ പാളം തെറ്റി. എങ്ങുമെത്താതെ നടക്കാവൂ മേൽപ്പാലം. മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുന്നതോടെ യാത്രാ ദുരിതവും വർദ്ധിക്കുകയാണ്. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലം പണി എങ്ങുമെത്തിയില്ല. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലം പണിയെങ്ങും എത്തിയിട്ടില്ല. പരാതിയെ തുടർന്ന് 2025 ഡിസംബറിൽ പാല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. തുടർന്ന് 2026 ഫെബ്രുവരിയിൽ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ഇതും പാലിക്കാനായിട്ടില്ല. 2017 ഒക്ടോബർ 7-നാണ് നടക്കാവിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. 2021 ജനുവരി 23-ന് നിർമ്മാണോദ്ഘാടനം നടത്തി. 1 വർഷത്തിനകം പാലം പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു ഉറപ്പ്. 2021 ഒക്ടോബർ 20 മുതൽ ഇതുവഴിയുള്ള ബസ് ഗതാഗതമടക്കം പൂർണ്ണമായും നിരോധിച്ചു. ആ നിരോധനം ഈ മേയിലും തുടരുന്നു. പാല നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഇപ്പോഴും പ്രവർത്തികൾക്ക് വേഗതക്കുറവെന്നാണ് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് മലമ്പുഴ മണ്ഡലം പാവങ്ങളുടെ മണ്ഡലമാണ്. അവർ പറ്റിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഈ മേൽപ്പാലം. ഇത് പാവല് സാറേ, ഇതൊന്നും നടക്കില്ല. ഇത് ഞങ്ങൾ നല്ല ബോധ്യമുണ്ട്. ഇനി 2 വർഷം കഴിയും ഈ പണി കഴിയുന്നു. വെറുതെ പറയും അടുത്ത മാസം പറയും ലോട്ടറി ടിക്കറ്റ് മതി. നടക്കില്ല. അല്ല, കളക്ടർ വന്ന് വാഗ്ദാനം തന്നല്ലോ, അതോ ഉടനെ പാലം ഓപ്പൺ ആക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റേ വർക്കേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്ന് ജാസ്തി ആളില്ല. 4 പേര് 5 പേരാണ് ഇത്രയും വലിയ പാലത്തിന് പണിയത്. അവര് പറയും പൈസ ഇല്ലാതെ അവര് പരാതി. പണിക്കാർ പറയുന്ന പൈസ തരുന്നില്ല, കൂലി തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ട് പോകണം. എല്ലാ പണിയും പകുതിയിൽ നിന്നുകൊണ്ടിരിക്കുന്നു. റെയിൽവേയുടെ 90% നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം നിർമ്മിക്കേണ്ടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തുടർ പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. സർവീസ് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വിയൂർദയ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഡീസൽ ചോർന്നു. ഫയർഫോഴ്സ് എത്തി റോഡിലെ ഡീസൽ നീക്കം ചെയ്തു. മേഖലയിൽ വലിയ ഗതാഗത തടസ്സം നേരിട്ടു. ഷൊർണൂർ കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ഷൊർണൂർ 1-ാം വാർഡിലെ SSLC വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 15 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നതാണ്. ആദ്യമായി തന്നെ ഈ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ സാദരം ക്ഷണിക്കുകയും അതിൽ പങ്കെടുക്കാൻ കഴിയുകയും ചെയ്തതിൽ ഞാൻ ആദ്യമായി ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നതിനും ഇവിടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നതിനും ഈ നന്മ നിറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ക്ലബ് പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർഡ് കൗൺസിലർ ബഷീർ KT, ക്ലബ് സെക്രട്ടറി സന്തോഷ്, ഖജാൻജി ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇതിന്റെ ഭാഗമായി കാരക്കാട് പ്രദേശത്തെ വായനശാല 13-ാം വാർഡിൽ പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. 13-ാം വാർഡ് വായനശാലയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കാണ് തിങ്കളാഴ്ച മുതൽ ആരംഭമായത്. ഓരോ വാർഡുകളിലും ഇത്തരത്തിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. 13-ാം വാർഡ് കൗൺസിലർ സൗമ്യയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും വാർഡിൽ നടന്നുവരുന്നതായി സൗമ്യ പറഞ്ഞു. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി വാർഡ് 13 വായനശാലയിൽ സൗന്ദര്യവൽക്കരണം ഒപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പൂച്ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചുള്ള ചടങ്ങിന് ഇവിടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നഗരസഭ ഇന്ന് ശുചിത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു നഗരസഭയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ഒപ്പം ആശാവർക്കറും എല്ലാവരും കൂടി സംയോജിച്ചുകൊണ്ടുള്ള നമ്മുടെ വാർഡ് ഒരു മാലിന്യമുക്ത വാർഡായിട്ട് തന്നെയാണ് നമുക്ക് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി ഏറ്റെടുത്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ വാർഡിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള വായനശാലയും ക്ലബ്ബുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവർത്തനം തുടരുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊണ്ട് സിന്ധു, രമേശൻ, അനിത തുടങ്ങിയവരുമുണ്ടായിരുന്നു. പാതയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള സൗന്ദര്യവൽക്കരണമാണ് നടപ്പാക്കുന്നത്. ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരാണ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വടനംകുഷി RB കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. സമാപന ദിനത്തിൽ ഡിജിറ്റൽ ജാഗ്രത, കളിയല്ല ചെസ്, ക്യാമ്പ് ഫയർ തുടങ്ങിയവ നടന്നു. 5 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ സമാപന ദിനത്തിലെ തുടക്കത്തിൽ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ ബിനു രാമചന്ദ്രൻ ഡിജിറ്റൽ ജാഗ്രതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. സൈബർ ക്രൈം അതിൽ ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ, അതായത് ഫോണിലൂടെ നമ്മൾ മറ്റൊരാളോട് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അയാളെ നിരന്തരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്നത് സൈബർ ക്രൈമിന്റെ ഭാഗമായിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി നമ്മൾ പണം ആവശ്യപ്പെട്ടെന്നാലും അതും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് രമേശ് കളിയല്ല ചെസ് എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകി. ഓരോ പീസും നമുക്ക് മൂവ് ചെയ്ത് പഠിക്കാം. ഇതിനകത്ത് കിങ് എന്ന് പറയുന്നത് കിങ്ങിന്റെ മൂവ്മെന്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ കിങ് എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും കിങ്ങിന് ഒരു സ്ക്വയറിലോട്ടാണ് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സമയത്ത് ഒരു സ്ക്വയറിലോട്ടാണ് മൂവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ കിങ്ങിനകത്ത് ഇതിന് ഇങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം, ഇങ്ങോട്ട് മാറാം. ചുറ്റിലുമുള്ള എല്ലാ കള്ളികളിലേക്കും ഒരു സമയത്ത് ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ സ്ലൈഡിനകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ലൈഡിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ കിങ്ങിന്റെ മൂവ്മെന്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത് കിങ്ങിനുള്ള. ഇങ്ങനെയാണ് കിങ് എന്ന് പറയുന്ന ഇത് ആ പീസ് ഈ ചെസ് ബോർഡിനകത്ത് മൂവ് ചെയ്യുന്നത്, കിങ്ങിന്റെ മൂവ്മെന്റ്. രാത്രിയിൽ നടന്ന ക്യാമ്പ് ഫയറോടുകൂടി അവധിക്കാല ക്യാമ്പിന് സമാപനം.
സമാപന ദിനത്തിൽ PP വിജയൻ, P ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഹരിദാസൻ മാസ്റ്റർ, CP രാമൻ, രമേശ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. 5 ദിവസങ്ങളായാണ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത്. 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടി മധു കൊലക്കേസ് 1-ാം പ്രതി ഹുസൈന്റെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. മണ്ണാർക്കാട് പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ പ്രതികളും സംസ്ഥാന സർക്കാരും സമർപ്പിച്ച അപ്പീലുകളിലാണ് വിധി. 2 പ്രതികളെ വെറുതെ വിട്ടു. 12 പ്രതികളുടെ അപ്പീൽ തള്ളി. വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് 14 പേർക്ക്. കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ വിരണ്ടു ഓടി വൻ നാശനഷ്ടം വരുത്തിയ ആനയ്ക്ക് എഴുന്നള്ളിപ്പുകൾക്ക് 15 ദിവസത്തെ വിലക്ക്. വിലക്കിന് ശേഷം 3 വെറ്റിനറി ഡോക്ടർമാർ ആനയെ പരിശോധിക്കും. ആന നാശനഷ്ടം വരുത്തിയ വസ്തുക്കൾക്ക് ആന ഉടമ നഷ്ടപരിഹാരം നൽകണം. തമിഴ്നാട് ആളിയാർ ഡാമിലെ കനാലിൽ കാട്ടാന ചെരിഞ്ഞു. എലിയമ്പതിയിലെ ചില്ലിക്കൊമ്പനാണ് ചെരിഞ്ഞതെന്ന് സംശയം. ഉറപ്പുകൾ പാളം തെറ്റി. എങ്ങുമെത്താതെ നടക്കാവൂ പാലം. മേൽപ്പാലത്തിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതോടെ യാത്രാ ദുരിതവും വർദ്ധിക്കുന്നു. തറക്കല്ലിട്ട് 9 വർഷമായിട്ടും പാലം പണി എങ്ങുമെത്തിയില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.